ഹായ്, ഞാൻ അദീബ്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ColorOSലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചില പല സാങ്കേതിക തടസ്സങ്ങൾ കാരണം ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എനിക്ക് ഇതുവരെയായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഫൈനലി ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എന്ന നിലയിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ColorOS 12ലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയായിട്ട് കാണാം. നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ മേലെ ഐ ബട്ടണും കൊടുക്കുന്നുണ്ട്, പോയി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ Reno 5 Pro 5G എന്നുള്ള ഫോണാണ്. ഇത് ആൻഡ്രോയിഡ് 12ലാണ് റൺ ആവുന്നത്. ColorOS 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ഈ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ColorOS 12ലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ നാവിഗേഷൻ ബട്ടൺ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് നാവിഗേഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. അതിനായിട്ട് സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം സിസ്റ്റം സെറ്റിംഗ് സെലക്ട് ചെയ്യുക, സിസ്റ്റം നാവിഗേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് നാവിഗേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സപ്പോസ് നിങ്ങൾക്ക് ജസ്റ്റ് നാവിഗേഷൻ യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് നാവിഗേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയലും ഇവിടെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമ്മുടെ ഫോണിലുള്ള ക്യാമറ ആൻഡ് മൈക്രോഫോണിൻ്റെ ആക്സസ് നമുക്ക് മാനുവലായിട്ട് തന്നെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ ബാറിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ആൻഡ് മൈക്ക് ആക്സസ് എന്നുള്ള രണ്ട് ഐക്കൺ കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്സസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ഫീച്ചർ കൊണ്ട് എന്താ യൂസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്സ് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയോ മൈക്കോ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ വഴി അത് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. സപ്പോസ് നിങ്ങളുടെ ഫോണിൽ ഈ ക്യാമറ ആൻഡ് മൈക്രോഫോണിൻ്റെ ആക്സസ് കാണുന്നില്ലെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത് ലോങ് പ്രസ് ചെയ്ത് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഈ ഫോണിൽ ഇങ്ങനെ മൾട്ടി വിൻഡോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ 3 ഫിംഗേഴ്സ് ഇങ്ങനെ മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എനേബിൾ ആവുന്നതാണ്. നിങ്ങൾക്ക് ഒരേ ടൈമിൽ തന്നെ 2 ആപ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മേലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ ക്രോം ആയതുകൊണ്ടാണ് ഇത് ഫോട്ടോ ഷെയർ ആവാത്തത്. നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ടെക്സ്റ്റ് എല്ലാം നമുക്ക് വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സ്മാർട്ട് സ്ലൈഡർ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന എല്ലാ ടെക്സ്റ്റും ഇപ്പോൾ ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി അല്ല വേറെ ലാംഗ്വേജ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഈ ഫീച്ചർ ഫോണിൻ്റെ എല്ലാ സ്ക്രീനിലും അവൈലബിൾ ആണ്. ഫോണിൻ്റെ സ്ക്രീനിൽ എവിടെയൊക്കെ ടെക്സ്റ്റ് ഉണ്ടോ അതെല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്, യൂസ് ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോണിലുള്ള വിൻഡോസ് എല്ലാം നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഇതിങ്ങനെ മേലോട്ട് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പ് നമുക്ക് ചെറിയ സൈസിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ എനേബിൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സപ്പോസ് നിങ്ങൾക്ക് ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡായി കിടക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആപ്സ് ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്മാർട്ട് സ്ലൈഡർ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലേ, ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആപ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്മാർട്ട് സ്ലൈഡറിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആപ്സ് എല്ലാം തന്നെ ഫ്ലോട്ടിംഗ് വിൻഡോയിലായിട്ടാണ് ഓപ്പൺ ആവുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം, ഫ്ലോട്ടിംഗ് വിൻഡോയിലാണ് ഓപ്പൺ ആവുന്നത്. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്, അതും ഫ്ലോട്ടിംഗ് വിൻഡോയിലാണ് ഓപ്പൺ ആവുന്നത്. സപ്പോസ് നിങ്ങളുടെ ഫോണിൽ സ്മാർട്ട് സ്ലൈഡർ എന്നുള്ള ഈ ഫീച്ചർ കാണുന്നില്ലെങ്കിൽ ഇത് എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്മാർട്ട് സ്ലൈഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ഈ ഫോണിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസിലുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഫോണിലാണ് എടുത്തത്, ലൊക്കേഷൻ എവിടെയാണ്, ഇതെല്ലാ ഡീറ്റെയിൽസും ഫോട്ടോയുടെ കൂടെ തന്നെ സ്റ്റോറായി കിടക്കുന്നതാണ്. നമ്മൾ ഫോണിൽ നിന്ന് ഈ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈവസി പ്രൊട്ടക്ഷൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിമൂവ് ലൊക്കേഷൻ, റിമൂവ് അതർ പ്രോപ്പർട്ടീസും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഈ ഫോണിൽ ഡ്യുവൽ ചാനൽ ആക്സലറേഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം.
അതിനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റിങ്സിലോട്ട് പോവുക, വൈഫൈ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ വൈഫൈ അസിസ്റ്റൻറ്റ് എന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡുവൽ ചാനൽ ആക്സലറേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യുക. ഈ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ വൈഫൈയിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് വൈഫൈയിൽ കിട്ടുന്ന ഇൻ്റർനെറ്റ് പെട്ടെന്ന് സ്ലോ ആയി നിൽക്കട്ടെ. ആ സമയത്ത് നമുക്ക് മൊബൈൽ ഡാറ്റയിലുള്ള ഇൻ്റർനെറ്റ് നമുക്ക് സ്പീഡിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഡാറ്റയിലോട്ട് സ്വിച്ച് ആവും. ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്പിന് മാത്രമായിട്ട് ഈ ഡ്യുവൽ ചാനൽ ആക്സലറേഷൻ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നമ്മൾ വൈഫൈയിൽ കണക്ട് ചെയ്ത് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യാനിരിക്കട്ടെ, ആ സമയത്ത് മൊബൈൽ ഡാറ്റയിലോട്ട് സ്വിച്ച് ആവാന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ മൊത്തമായിട്ട് തീർന്നു പോകും. അത് തടയാനായിട്ട് നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് തന്നെ ഏതൊക്കെ ആപ്പിലാണ് ഈ ഡ്യുവൽ ചാനൽ ആക്സലറേഷൻ എനേബിൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തിട്ട് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന വൈഫൈ ഏത് വേർഷനാണെന്നുള്ളത് നമുക്ക് ഇവിടെ മേലെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഷോ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ആദ്യം വൈഫൈ സെറ്റിങ്സിലോട്ട് പോവുക. ഇവിടെ മേലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അഡ്വാൻസ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വൈഫൈ സ്റ്റാറ്റസ് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വൈഫൈ വേർഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വൈഫൈ വേർഷൻ ഏതാണെന്നുള്ളത് ഇവിടെ മേലെ സ്റ്റാറ്റസ് ബാറിൽ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തിട്ട് നമുക്ക് ഈ ഫോണിൽ എങ്ങനെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക, പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ കയറി ഇത് എനേബിൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ സേവിംഗ് മോഡിലാണ് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്തെന്നിരിക്കട്ടെ, 3 സെക്കൻഡ്സ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യും. ഇത് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ഈ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്ത് കിടക്കണം എന്നുള്ളത് നമുക്ക് മാനുവലായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇവിടെ ആൾ ഡേ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാ ടൈമിലും ഓൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഫോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ എന്തൊക്കെ ഷോ ചെയ്ത് കാണിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഡേറ്റ് ഷോ ചെയ്ത് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്താൽ മതി. ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഡീഫാൾട്ടായിട്ട് ഒരുപാട് പാറ്റേൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നിങ്ങൾക്ക് തീംസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീംസ് എന്നുള്ളൊരു ആപ്പിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് മുഖേന നിങ്ങൾക്ക് തീംസ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇതിലുള്ള തീം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഐക്കൺസ് ഉള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഐക്കണിൻ്റെ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഐക്കണിൻ്റെ നെയിംസ് ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഐക്കണിൻ്റെ നെയിംസ് കുറച്ച് വലുതായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോണ്ടിൻ്റെ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ART+ ഐക്കൺസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ സപ്പോസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ആയി എന്നിരിക്കട്ടെ, നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ടൈമിലുള്ള ആ ഐക്കണായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഷോ ചെയ്ത് കാണിക്കുക. ആപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ആയിട്ടുള്ള ഐക്കൺ നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് ആമസോണിൻ്റെ പഴയ ഐക്കണാണ് ഇവിടെ കാണിക്കുന്നത്, സ്നാപ്ചാറ്റിൻ്റെ പഴയ ഐക്കണാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിത് എനേബിൾ ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ആപ്സിൻ്റെ എല്ലാം പുതിയ ഐക്കൺ നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് ഈ ഐക്കൻ്റെ ഷേപ്പ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കസ്റ്റമൈസേഷന് അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഈ കളർ പാറ്റേൺ, ഈ ഗ്രീൻ കാണുന്നില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ ഫോൺ സ്റ്റൈലും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഡീഫാൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ഫോൺ സ്റ്റൈലിന് പുറമെ നിങ്ങൾക്ക് ഫോൺ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഓപ്പോ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ചെയ്യുന്ന സമയത്തുള്ള ആനിമേഷനാണ്. ഇവിടെ ഡീഫാൾട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 8 ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ എഡ്ജ് ലൈറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫോണിൽ എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത്, അതുകൊണ്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും ഇത്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സ്ക്രീനിൻ്റെ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ LED പോലെ നിങ്ങൾക്ക് ഈ ഒരു കളർ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് നമ്മൾ റീസെൻറ്റ് ആപ്സിലോട്ട് പോവുകയാണെങ്കിൽ ക്ലോസ് ആൾ എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഫോണിൽ എത്ര റാം ഉണ്ട്, എത്ര റാം ഉപയോഗിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നില്ല. ഇത് ഷോ ചെയ്യിക്കാനായിട്ട് നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോവുക, ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ റീസെൻറ്റ് ടാസ്ക് മാനേജർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻറ്റ് ആപ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഫോണിൽ എത്ര റാമാണുള്ളതെന്ന് ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട്. 8 GB റാമാണ് ഫോണിൽ വരുന്നത്, പിന്നെ 3 GB എക്സ്റ്റൻഡ് റാം ഉണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണിക്കുന്നതാണ്. അടുത്തായിട്ട് ഈ ഓൺ സ്ക്രീൻ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ഫീച്ചർ കാണാൻ വേണ്ടി സാധിക്കും. ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫോൺ ലോക്ക് ആവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ സ്ക്രീൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയുണ്ട്. ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ റൈസ് ടു വേക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ സ്ക്രീന് നമുക്ക് ഓണായി വരുന്നതാണ്. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന ഫോൺ കോൾസ് പവർ ബട്ടൺ യൂസ് ചെയ്ത് എങ്ങനെ എൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിംഗ്സിലോട്ട് പോവുക, മൊബൈൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോൾ സെറ്റിംഗ്സിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആൻസർ എൻഡ് കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ പ്രസ് പവർ ബട്ടൺ ടു എൻഡ് കോൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പവർ ബട്ടൺ യൂസ് ചെയ്ത് തന്നെ നമുക്ക് കോള് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് സെറ്റിംഗ്സ് ഉള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് കോൾ ഫോർവേഡിങ് സെറ്റ് ചെയ്യാം. പിന്നെ കോൾ വെയിറ്റിംഗ് ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. കോൾ വെയിറ്റിംഗ് ഓപ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫോണിൽ വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരാൾ നമ്മുടെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഈ കോൾ വെയിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ വേറൊരാളായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ കോൾ വെയിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലാഷ് ഓൺ കോൾ എന്നുള്ളൊരു ഓപ്ഷന്. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ കോൾ വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ LED ആയിട്ട് ബ്ലിങ്ക് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇപ്പോൾ വരുന്ന അധികം ഓപ്പോ ഫോൺസിലും ഡോൾബി സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇയർഫോൺ ഉപയോഗിക്കുമ്പോഴും ഡോൾബി സപ്പോർട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക, സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണാൻ സാധിക്കും ഡോൾബി അറ്റ്മോസ് എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ കയറി ഇവിടെ എനേബിൾ ചെയ്യുക. ഇവിടെ ഇപ്പോൾ എനേബിൾ ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ ഫോണിൽ ഇയർഫോൺ കണക്റ്റ് ആക്കിയിട്ടില്ല. ഈ ഒരു ഫീച്ചർ വയേർഡ് ആൻഡ് വയർലെസ് ഇയർഫോൺസിൽ സപ്പോർട്ടഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സൗണ്ട് പ്രൊഫൈൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൗണ്ട് പ്രൊഫൈലാണ് സൂട്ട് ആയിട്ടുള്ളതോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാർ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും. നെറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഇൻറ്റു മാർക്ക് പ്രസ് ചെയ്ത് നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷനും ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സ്വൈപ്പ് ചെയ്ത് ഇത് ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അറിയാണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഈ ഫോണിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിനു ശേഷം നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ മാനേജ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ മോർ സെലക്ട് ചെയ്യുക. ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യുക. ഇങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോസ് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്തെന്നിരിക്കട്ടെ, ഈ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ റിയൽ ടൈം നെറ്റ്വർക്കും ബാറ്ററി പെർസെൻറ്റേജ് എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് എനേബിൾ ചെയ്യുക. റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡും ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതും ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതും യൂസ് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ ഡ്യുവൽ ആപ്പ് അല്ലെങ്കിൽ ക്ലോൺ ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സെറ്റിംഗ്സിലോട്ട് പോവുക, ആപ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ആപ്പ് ക്ലോണർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സ് എല്ലാം ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നതാണ്. ആ ആപ്സിൻ്റെ മേലെ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ക്ലോൺ ആപ്പ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോൺ ആപ്പ് ക്രിയേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചെയ്ത ക്ലോൺ ആപ്പ് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് പേരിൽ വേണമെങ്കിലും ഇത് റീനെയിം ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ എങ്ങനെ ക്ലോൺ ആപ്പും ഒറിജിനൽ ആപ്പും തിരിച്ചറിയാൻ ചോദിക്കുകയാണെങ്കിൽ ക്ലോൺ ആപ്പിൻ്റെ ഐക്കണിൽ നോക്കുകയാണെങ്കിൽ 2 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് ഈ ഫോണിലുള്ള ഡീഫാൾട്ട് ആയിട്ടുള്ള ആപ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് സെറ്റിംഗ്സിൽ ആപ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡീഫാൾട്ട് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫാൾട്ടായിട്ട് കിടക്കുന്ന ആപ്സ് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്സ് ഡീഫാൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രൂ കോളറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡീഫാൾട്ടായിട്ട് ഫോൺ ആപ്സ് വരുന്നത് ട്രൂ കോളർ ആയിരിക്കും. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് സിസ്റ്റം ഡീഫാൾട്ടായിട്ട് തരുന്ന ആപ്സ് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ഡീഫാൾട്ടായിട്ട് വരുന്ന ആപ്സ് എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത ഫീച്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോണിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക.
കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് മിനിമൈസ് ചെയ്തിട്ട് വേറൊരു ആപ്പ് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണിൽ ചെയ്യണം എന്നിരിക്കട്ടെ. നിങ്ങൾ ആപ്പ് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂട്യൂബിൽ ഈ ഫീച്ചർ നോക്കുകയാണെങ്കിൽ പ്രൈം മെമ്പേഴ്സിന് മാത്രം, അതായത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ColorOS 12 നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള സ്മാർട്ട് സ്ലൈഡർ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് സ്ട്രീം എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രോ ഫീച്ചറാണ്. സപ്പോസ് നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തോട്ട് പോവുകയാണ്. ഇന്ത്യക്ക് പുറത്താണ് രാജ്യമുള്ളത്, ഇന്ത്യയിൽ രാജ്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ രാജ്യത്തുള്ള ടൈമും ഇന്ത്യയിലെ ടൈമും എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയിലെ ടൈം നിങ്ങൾക്ക് അറിയണം, ആ രാജ്യത്തിൻ്റെ ടൈം നിങ്ങൾക്ക് ഒരേ സമയത്ത് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ക്ലോക്ക് എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിംഗ്സിലോട്ട് പോവുക, സിസ്റ്റം സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഡ്യുവൽ ക്ലോക്ക് സെലക്ട് ചെയ്യുക, ഇത് എനേബിൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് രാജ്യത്തിൻ്റെ ടൈമാണ് അറിയേണ്ടത് ആ രാജ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ടൈമിൽ തന്നെ 2 രാജ്യത്തുള്ള ടൈം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ളൊരു ഫീച്ചർ അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഓപ്പോയുടെ ColorOS 12 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡിൻ്റെ കൂടെ തന്നെ സെൽഫി ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിംഗ്സിലോട്ട് പോവുക, സിസ്റ്റം സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ഫ്രണ്ട് ക്യാമറ വീഡിയോ എന്നുള്ള ഓപ്ഷൻ, ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വ്യൂസും നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ഫീച്ചർ മുഖേന ട്യൂട്ടോറിയൽസ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട് ക്യാമറയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സ്ക്രീൻ റെക്കോർഡിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീച്ചറും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത സിസ്റ്റം സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റീവ് ബാൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണാൻ സാധിക്കും. ഈ സർക്കിളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഡീഫോൾട്ടായിട്ടുള്ള നോക്കുകയാണെങ്കിൽ സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അടിക്കാനും, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ടാസ്കിലോട്ട് പോകാനും, ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഹോം സ്ക്രീനിലോട്ട് പോകാനുള്ള ഓപ്ഷനാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടാപ്പ് മെനു എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ സ്ക്രീൻഷോട്ട്, ലോക്ക്, റീസെൻറ്റ് ടാപ്സ്, ഹോം സ്ക്രീന് എല്ലാം ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സിസ്റ്റം സെറ്റിംഗ്സിൽ സ്ക്രീൻഷോട്ടിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഫിംഗേഴ്സ് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഫിംഗേഴ്സ് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടും സേവ് ആവും, നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടും ഫോണിൽ സേവ് ആവും. അപ്പോൾ ഈ ഡിലീറ്റ് ഒറിജിനൽ ഇമേജ് ആഫ്റ്റർ എഡിറ്റിംഗ് എന്നുള്ള ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആവുന്നതാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് മാത്രം നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.